ഹലോ ഗൈസ്, ഫുട്ബോൾ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത് ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ ഒരു ട്രോഫിയെക്കുറിച്ചാണ്. കോടിക്കണക്കിന് ആളുകൾ 4 വർഷം കാത്തിരിക്കുന്ന ഒരു കപ്പ്. ലോകത്തിലെ ഏറ്റവും വലിയ ഫുട്ബോൾ താരങ്ങൾ ജീവിതം മുഴുവൻ സ്വപ്നം കാണുന്ന ഒരു ട്രോഫി. അതാണ് ഫിഫ ലോകകപ്പ്. നമ്മളെല്ലാവരും ഈ ട്രോഫി ടിവിയിലും സോഷ്യൽ മീഡിയയിലും കണ്ടിട്ടുണ്ടാവും. ഒരു ടീം ലോകകപ്പ് ജയിച്ചു കഴിഞ്ഞാൽ ക്യാപ്റ്റൻ അത് ഉയർത്തിപ്പിടിക്കുന്ന നിമിഷം കണ്ടാൽ പോലും ശരീരത്തിന് രോമാഞ്ചം വരും. പക്ഷേ ഒരു ചോദ്യം, ഈ ട്രോഫിയുടെ പിന്നിൽ എത്ര വർഷത്തെ ചരിത്രമുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? ഇന്ന് നമ്മൾ കാണുന്ന ട്രോഫി ആദ്യത്തെ ലോകകപ്പ് ട്രോഫിയല്ല. അതിനു മുമ്പ് മറ്റൊരു ട്രോഫിയായിരുന്നു ഉപയോഗിച്ചിരുന്നത്. അത് മോഷണം പോയിട്ടുമുണ്ട്. ഒരു സാധാരണ നായ അത് കണ്ടെത്തിയിട്ടുമുണ്ട്. പിന്നെ വീണ്ടും മോഷണം പോയി. അതിനുശേഷം ഇന്ന് വരെ ആ ട്രോഫി കണ്ടെത്താനായിട്ടില്ല. അതിനുശേഷമാണ് ഇന്ന് നിങ്ങൾ കാണുന്ന ട്രോഫി വന്നത്. ഈ കഥ കേൾക്കുമ്പോൾ ഒരു സിനിമാ കഥ പോലെയൊക്കെ തോന്നാം, പക്ഷേ ഇത് നടന്ന സംഭവമാണ്. ഫിഫ എന്നത് ഫെഡറേഷൻ ഇന്റർനാഷണൽ ഫുട്ബോൾ അസോസിയേഷൻ എന്ന ഫ്രഞ്ച് പേരിന്റെ ചുരുക്കമാണ്. 1904 ഫ്രാൻസിലെ പാരീസിലാണ് ഫിഫ രൂപം കൊണ്ടത്. ആ സമയത്ത് വിവിധ രാജ്യങ്ങൾ തമ്മിൽ ഫുട്ബോൾ മത്സരങ്ങൾ നടന്നിരുന്നെങ്കിലും ലോകത്തിലെ എല്ലാ രാജ്യങ്ങളെയും ഒരുമിച്ച് പങ്കെടുപ്പിക്കുന്ന രീതിയിലുള്ള ടൂർണമെന്റ് നടന്നിട്ടില്ല. ലോകത്തിലെ ഏറ്റവും മികച്ച ഫുട്ബോൾ രാജ്യം ഏതാണ്? ആ ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടെത്താനാണ് ലോകകപ്പ് ആരംഭിക്കാനുള്ള തീരുമാനം ഉണ്ടായത്. ഈ ആശയം യാഥാർത്ഥ്യമാക്കുന്നതിൽ ഏറ്റവും വലിയ പങ്കുവച്ച വ്യക്തിയാണ് ജൂലിയസ് റിമറ്റ്. അദ്ദേഹത്തിന്റെ പരിശ്രമം കൊണ്ടാണ് 1930 ആദ്യ ഫിഫ ലോകകപ്പ് നടത്താൻ സാധിച്ചത്. ആദ്യ ലോകകപ്പ് നടന്നത് യുറോഗ്വേയിലാണ്. വെറും 13 ടീമുകൾ മാത്രമാണ് അതിൽ പങ്കെടുത്തത്. ആദ്യ ഫൈനലിൽ തന്നെ യുറോഗ്വ അർജന്റീനയെ തോൽപ്പിച്ച് ലോകത്തിലെ ആദ്യ ഫിഫ ലോകകപ്പ് ചാമ്പ്യന്മാരായി. ഇന്ന് 48 ടീമുകൾ പങ്കെടുക്കുന്ന ഒരു ലോകകപ്പായി ഇത് വളർന്നിരിക്കുന്നു. കോടിക്കണക്കിന് ആളുകൾ സ്റ്റേഡിയത്തിലും ബില്യൺ കണക്കിന് ആളുകൾ ടെലിവിഷനിലൂടെയും ഓൺലൈനിലൂടെയും ലോകകപ്പ് കാണുന്നു. പക്ഷേ ലോകകപ്പിനേക്കാൾ കൗതുകകരമായത് അതിന്റെ ട്രോഫിയുടെ കഥയാണ്. ആ ട്രോഫിയുടെ പേര് എന്തായിരുന്നു? അത് എന്തുകൊണ്ടാണ് മാറ്റിയത്? എങ്ങനെയാണ് ഒരു നായ ആ ലോകകപ്പ് ട്രോഫി കണ്ടെത്തിയത്? 1930 ആദ്യ ലോകകപ്പ് നടന്നപ്പോൾ ഇന്നത്തെ സ്വർണ്ണ ട്രോഫി ആയിരുന്നില്ല. അന്ന് ഉപയോഗിച്ചിരുന്നത് വിക്ടറി എന്ന പേരുള്ള ട്രോഫിയായിരുന്നു. പിന്നീട് ലോകകപ്പ് യാഥാർത്ഥ്യമാക്കാൻ ഏറ്റവും കൂടുതൽ പരിശ്രമിച്ച ഫിഫ പ്രസിഡന്റ് ജൂലിയസ് റിമറ്റ് ആദരിച്ച് അതിൻ്റെ പേര് ജൂലിയസ് റിമറ്റ് ട്രോഫി എന്നാക്കി. ഈ ട്രോഫി ഫ്രഞ്ച് ശില്പിയായ ഏബൽ ലെഫ്ലർ ആണ് രൂപകൽപ്പന ചെയ്തത്. ഇതിലൊരു പ്രധാന നിയമം കൂടി ഉണ്ടായിരുന്നു. ഒരു രാജ്യം 3 തവണ ലോകകപ്പ് നേടിയാൽ ആ ട്രോഫി ആ രാജ്യത്തിന് സ്ഥിരമായി സ്വന്തമാക്കാം. ഇതാണ് പിന്നീട് ചരിത്രം തന്നെ മാറ്റിയത്. 1938 ശേഷം രണ്ടാം ലോക മഹായുദ്ധത്തിലേക്ക് നീങ്ങിയപ്പോൾ അതിനായി 1948 1946 ലോകകപ്പുകൾ നടന്നില്ല. യുദ്ധം അവസാനിച്ച ശേഷം 1950 ബ്രസീലിൽ വീണ്ടും ലോകകപ്പ് തിരിച്ചെത്തി. അന്നു മുതൽ ലോകകപ്പ് ലോകത്തിലെ ഏറ്റവും വലിയ കായികമേളയായി വളരാൻ തുടങ്ങി. 1966 ലോകകപ്പ് ലണ്ടനിൽ നടക്കാനായിരിക്കുകയായിരുന്നു. മത്സരങ്ങൾക്ക് മുമ്പ് ട്രോഫി ലണ്ടനിലെ ഒരു എക്സിബിഷൻ വേണ്ടിയിട്ട് എല്ലാവർക്കും കാണാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഒരു ദിവസം രാവിലെ അവിടുത്തെ ഉദ്യോഗസ്ഥർ വന്നപ്പോൾ അവിടെ ട്രോഫി കാണാനില്ല. ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള കായിക ട്രോഫികളിൽ ഒന്നാണ് മോഷണം പോയത്. പോലീസ് അന്വേഷണം തുടങ്ങി. ലോകമെമ്പാടും വാർത്താമാധ്യമങ്ങൾ ഈ വാർത്ത വലിയ പ്രാധാന്യത്തോടെ തന്നെ റിപ്പോർട്ട് ചെയ്തു. ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ട്രോഫി കണ്ടെത്താനായിട്ടില്ല. ഒരു സാധാരണ നായ ലോകത്തെ തന്നെ ഞെട്ടിച്ചു. മോഷണം കഴിഞ്ഞ് ഏകദേശം ഒരാഴ്ചയ്ക്ക് ശേഷം ലണ്ടനിലെ ഒരു സാധാരണ കുടുംബത്തിലെ ഡേവിഡ് എന്നയാൾ തന്റെ നായയും കൊണ്ട് രാവിലെ നടക്കാൻ പോകുന്ന സമയത്തായിരുന്നു റോഡിനരികിലെ ഒരു ചെടിക്കൂട്ടത്തിനുള്ളിൽ പൊതിഞ്ഞു വെച്ച ഒരു പാക്കറ്റ് നായ ശ്രദ്ധിച്ചു. നായ അത് മണത്തു നോക്കി ഉടമയെ വിളിച്ചു. പാക്കറ്റ് തുറന്നപ്പോൾ അത് മറ്റൊന്നുമല്ല, ലോകകപ്പ് ട്രോഫി തന്നെ. ഒരു സാധാരണ വളർത്തു നായയാണ് ലോകം മുഴുവൻ തിരഞ്ഞ ട്രോഫി കണ്ടെത്തിയത്. ഈ നായയുടെ പേര് പിക്കിൾസ് എന്നായിരുന്നു. ഈ സംഭവത്തിന് ശേഷം പിക്കിൾസ് ലോക പ്രശസ്തനായി. പത്രങ്ങളിലും 1-ാം പേജിൽ തന്നെ അവന്റെ ചിത്രമെത്തി. നിരവധി പുരസ്കാരങ്ങളും ലഭിച്ചു. ചില സിനിമകളിലും TV പരിപാടികളിലും അവൻ പ്രത്യക്ഷപ്പെട്ടു. ഒരു ലോകകപ്പ് ട്രോഫി കണ്ടെത്തിയ നായ എന്ന ബഹുമതിയും ഇന്ന് പിക്കിൾസിനുണ്ട്. 1970 മെക്സിക്കോയിൽ നടന്ന ലോകകപ്പിൽ ബ്രസീൽ 3-ാം തവണ കിരീടം നേടി. അന്ന് ബ്രസീൽ ടീമിൽ ഫുട്ബോളിന്റെ ഇതിഹാസമായ പേല ഉണ്ടായിരുന്നു. മത്സര നിയമപ്രകാരം 3 തവണ ലോകകപ്പ് നേടിയതോടെ ജൂലിയസ് റിമറ്റ് ട്രോഫി ബ്രസീലിന് സ്ഥിരമായി സ്വന്തമായി. എന്നാൽ പിന്നീട് നടന്ന സംഭവം അതിലും ദുഃഖകരമാണ്. 1980 ബ്രസീലിലെ ഫുട്ബോൾ ഫെഡറേഷൻ ഓഫീസിൽ നിന്ന് ഈ ട്രോഫി വീണ്ടും മോഷണം പോയി. ഇത്തവണ അത് ഒരിക്കലും കണ്ടെത്താനായിട്ടില്ല. പല അന്വേഷണങ്ങളും നടന്നെങ്കിലും ട്രോഫി ഉരുക്കിക്കളഞ്ഞ് എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ വിശ്വസിക്കുന്നത്. അങ്ങനെ
ലോകകപ്പിലെ ആദ്യ ട്രോഫി ചരിത്രത്തിൻ്റെ ഭാഗമായി തീർന്നു. അപ്പോൾ ഒരു ചോദ്യം, ഇപ്പോൾ വിജയികൾ ഉയർത്തിപ്പിടിക്കുന്ന ട്രോഫി എപ്പോഴാണ് വന്നത്? ആരാണ് അത് രൂപകൽപ്പന ചെയ്തത്? എന്തുകൊണ്ടാണ് അത് ഇത്രയും വിലമതിക്കുന്നത്? 1970 ബ്രസീലിൽ ജൂലിസ് റെമറ്റ് ട്രോഫി സ്ഥിരമായി നൽകിയതോടെ ഫിഫയ്ക്ക് പുതിയൊരു ട്രോഫി നിർമ്മിക്കേണ്ട സാഹചര്യം വന്നു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ശില്പികൾ പുതിയ ഡിസൈനുകൾ സമർപ്പിച്ചു. നൂറുകണക്കിന് ഡിസൈനുകളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടത് ഇറ്റാലിയൻ ശില്പിയായ സിൽവിയോ രൂപകൽപ്പന ചെയ്ത ഡിസൈനായിരുന്നു. 1974 ലോകകപ്പ് മുതൽ ഇന്ന് വരെ വിജയികൾ ഉയർത്തിപ്പിടിക്കുന്നത് ഇതേ ട്രോഫിയാണ്. ഈ ട്രോഫിയുടെ പ്രത്യേകത എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ആദ്യം അതിൻ്റെ രൂപം നോക്കാം. ട്രോഫിയിൽ 2 മനുഷ്യരൂപങ്ങൾ ഭൂഗോളത്തെ തോളിലേറ്റി ഉയർത്തിപ്പിടിക്കുന്നത് പോലെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. രാജ്യങ്ങളും ഭാഷകളും സംസ്കാരങ്ങളും വ്യത്യസ്തമായാലും ഫുട്ബോൾ എല്ലാവരെയും ഒരുമിപ്പിക്കുന്നു എന്ന ആശയമാണ് ഈ ഡിസൈൻ പറയുന്നത്. ഈ ട്രോഫിയുടെ ഉയരം ഏകദേശം 36.8 സെന്റിമീറ്റർ ആണ്. ഭാരം നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 6.2 കിലോഗ്രാമാണ് വരുന്നത്. പുറത്തുനിന്ന് കാണുമ്പോൾ ഫുള്ള് സ്വർണം വെച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത് തോന്നുന്നുണ്ടെങ്കിലും 18 കാരറ്റ് സ്വർണം ഉപയോഗിച്ചാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. അടിഭാഗത്ത് കാണിച്ചിരിക്കുന്ന പച്ച നിറത്തിലുള്ള കല്ലുകൾ മാൽക്കേറ്റ് എന്ന വിലപിടിപ്പുള്ള പ്രകൃതിദത്ത കല്ലാണ്. ഈ ട്രോഫിയുടെ വില എത്രയാണെന്ന് നിങ്ങൾക്കറിയാമോ? ഈ ട്രോഫിയുടെ യഥാർത്ഥ വില കൃത്യമായി ഫിഫ പുറത്തുവിട്ടിട്ടില്ല. പക്ഷേ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന സ്വർണത്തിന്റെയും കരകൗശലത്തിന്റെയും ചരിത്രപരമായ പ്രാധാന്യത്തിന്റെയും അടിസ്ഥാനത്തിൽ ഇതിന്റെ മൂല്യം കോടിക്കണക്കിന് രൂപ വരുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. എന്നാൽ സത്യത്തിൽ ഈ ട്രോഫിയുടെ ഏറ്റവും വലിയ വില സ്വർണമല്ല, ലോകത്തിലെ ഓരോ ഫുട്ബോൾ താരത്തിന്റെയും ജീവിതകാല സ്വപ്നമാണത്. അതുകൊണ്ടാണ് ഇതിന്റെ യഥാർത്ഥ മൂല്യം പണത്തിൽ അളക്കാൻ കഴിയാത്തത്. വിജയിക്കുന്ന ടീമിന് യഥാർത്ഥ ട്രോഫി വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റുമോ? പലരും കരുതുന്നത് ലോകകപ്പ് വിജയിച്ച ശേഷം യഥാർത്ഥ ട്രോഫി വീട്ടിലേക്ക് കൊണ്ടുപോകാം എന്നാണ്. എന്നാൽ അങ്ങനെയല്ല. മത്സരം കഴിഞ്ഞതിന് ശേഷം യഥാർത്ഥ ട്രോഫി ടീമിന് കൈമാറും. ആഘോഷ പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഫിഫയ്ക്ക് തിരികെ നൽകണം. പിന്നീട് ആ രാജ്യത്തിന് ലഭിക്കുന്നത് സ്വർണം പൂശിയ ഔദ്യോഗിക ഡ്യൂപ്ലിക്കേറ്റ് ട്രോഫിയാണ്. വേൾഡ് കപ്പ് ഒറിജിനൽ ട്രോഫി ആർക്കൊക്കെ തൊടാമെന്ന് നിങ്ങൾക്കറിയാമോ? അതിന് കർശനമായ നിയമമുണ്ട്. ഫിഫയുടെ അനുമതിയില്ലാതെ ആർക്കും യഥാർത്ഥ ട്രോഫി തൊടാൻ കഴിയില്ല. സാധാരണയായി ലോകകപ്പ് നേടിയ ടീമിന്റെ ക്യാപ്റ്റൻ, വിജയിച്ച താരങ്ങൾ, നിലവിലെ രാഷ്ട്രതലവൻ, ഫിഫ പ്രസിഡന്റ്, ഇവർക്കൊക്കെയാണ് യഥാർത്ഥ ട്രോഫി കയ്യിലെടുക്കാൻ അനുമതിയുള്ളത്. ലോകകപ്പിന് മുമ്പ് ഈ ട്രോഫി പല രാജ്യങ്ങളിലും പ്രദർശിപ്പിക്കാറുണ്ട്. ഇത് ഫിഫ വേൾഡ് കപ്പ് ട്രോഫി ടൂർ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. പ്രത്യേക സുരക്ഷാ സംവിധാനത്തോടെ ട്രോഫി വിമാനമാർഗം വിവിധ രാജ്യങ്ങളിൽ കൊണ്ടുപോകുന്നു. ഫിഫ ലോകകപ്പ് 4 വർഷത്തിലൊരിക്കലാണ് നടക്കുന്നത്. എന്തുകൊണ്ടാണ് എല്ലാ വർഷവും നടത്തിക്കൂടാ എന്ന ചോദ്യം പലർക്കും ഉണ്ടാകും. കാരണം ലോകകപ്പ് ഒരു ടൂർണമെന്റ് മാത്രമല്ല. ഓരോ രാജ്യവും ആദ്യ യോഗ്യതാ മത്സരങ്ങൾ കളിച്ചാണ് ലോകകപ്പിലേക്ക് എത്തുന്നത്. ഈ യോഗ്യതാ മത്സരങ്ങൾ ഏകദേശം 3 വർഷത്തോളം നീണ്ടു നിൽക്കും. അതിനാൽ 4 വർഷത്തിലെ ഇടവേളയാണ് ലോകകപ്പ് നൽകിയിരിക്കുന്നത്. ഇതുകൊണ്ട് തന്നെയാണ് ഒരു ലോകകപ്പ് വരുമ്പോൾ അതിനുള്ള ആവേശവും പ്രതീക്ഷയും വളരെ കൂടുതലായിരിക്കും. ഫിഫ ലോകകപ്പിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കിരീടം നേടിയ രാജ്യം ബ്രസീലാണ്. ബ്രസീൽ ആകെ 5 തവണ ലോക ചാമ്പ്യന്മാരായിട്ടുണ്ട്. അതിനുശേഷം ഇറ്റലി, ജർമ്മനിയും 4 വീതം കിരീടങ്ങൾ നേടിയിട്ടുമുണ്ട്. അർജന്റീനയും ഫ്രാൻസും ലോക ഫുട്ബോളിലെ ശക്തരായ രാജ്യങ്ങളായി ചരിത്രത്തിൽ തങ്ങളുടെ സ്ഥാനം ഉറപ്പിച്ചിട്ടുണ്ട്. ഒരു സ്വർണ്ണ ട്രോഫി, പക്ഷേ അതിൻ്റെ പിന്നിൽ 100-ലധികം വർഷത്തെ ചരിത്രമുണ്ട്. യുദ്ധങ്ങൾ, കണ്ണീർ, സന്തോഷം, മോഷണം, റെക്കോർഡുകൾ, ഇതിഹാസ താരങ്ങൾ, കോടിക്കണക്കിന് ആരാധകരുടെ വികാരങ്ങൾ, ഇതെല്ലാം ചേർന്നാണ് ഫിഫ ലോകകപ്പ് ലോകത്തിലെ ഏറ്റവും വലിയ കായികമേളയായത്. അതിനാൽ അടുത്ത തവണ ഒരു ടീം ലോകകപ്പ് ട്രോഫി ഉയർത്തുമ്പോൾ അത് ഒരു കപ്പ് മാത്രമല്ല, ഒരു നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള ചരിത്രവും കോടിക്കണക്കിന് ആളുകളുടെ സ്വപ്നമാണ് അവർ ഉയർത്തുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കാനും മറക്കല്ലേ. അതോടൊപ്പം ഡെയിലി ഇതേപോലുള്ള ഒരു വീഡിയോ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ തുടർച്ചയായും ഇതേപോലുള്ള ഒരു വീഡിയോ ആയിട്ടൊക്കെ വരും. അപ്പോൾ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ ശരിയെന്ന്.